ഹലോ. അപ്പോൾ ഇന്നേ ഇത്തിരി ബൊഗെയിൻവില്ല പുരാണം പറയാം കേട്ടോ. ഈ ബൊഗെയിൻവില്ലയുടെ ഒക്കെ ചുവട് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലേ, ഇതൊന്നും ഹൈബ്രിഡ് അല്ല, ഇത് വളരെ ലൈറ്റായിട്ടുള്ള. പിന്നെ ഈ ബൊഗെയിൻവില്ലയില്ലേ ഈ കാണുന്നത്, ഈ ക്ലസ്റ്റർ, ഇത് ആദ്യ കാലത്തേ ഉള്ള കേട്ടോ. ഞാൻ ഇതിൻ്റെ തൈ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ മേട്ടുപ്പാളയത്ത് ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്ന അമ്യൂസിയം പാർക്ക് ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ എറണാകുളത്ത് ഇതൊന്നും ഇല്ല. അന്ന് ആദ്യ കാലത്ത് അന്ന് അവിടെ ചെന്നപ്പോൾ ഇതുപോലെയുള്ള ഈ ചെടി ഞാൻ അവിടെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ കാറിലാണല്ലോ പോയത്, അപ്പോൾ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ പോയി. പക്ഷേ ഞാൻ ഒരു 23 വർഷങ്ങൾക്ക് പിന്നിലോട്ട് പോയിക്കൊണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്ത് ഞാൻ പല ചട്ടികളിലാക്കിയിരുന്നു അന്നൊക്കെ. അപ്പം അന്ന് ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ കട്ട് ചെയ്ത് പല ചട്ടികളിലാക്കി വെച്ച്. അന്നും എനിക്ക് അവിടെ ഉള്ളവർ പറയുമായിരുന്നു ബൊഗെയിൻവില്ല വീടെന്ന് പറയുമായിരുന്നു. കാരണം അതുപോലെ എനിക്ക് ബൊഗെയിൻവില്ല ഉണ്ടായിരുന്നു, ഈ നാടൻ വെറൈറ്റി. പിന്നെ ഈ ക്ലസ്റ്റർ ഇതുണ്ടല്ലോ, ഇത് ആദ്യകാലത്തെ ആ വീട്ടിൽ നിന്ന് അവിടെ വെച്ച് പിടിപ്പിച്ച ഒരു ചെടി ഉണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കാൻ വന്നപ്പം. ഇത് നിറഞ്ഞ് പൂത്തങ്ങനെ കിടക്കും. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് പല ചട്ടികളിലാക്കി വെച്ചു. എന്നിട്ട് അവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഇക്കരയ്ക്ക് സ്ഥലം മാറി ഇങ്ങോട്ട് വീട് വെച്ച് പോന്നപ്പോൾ ചട്ടികളിലെല്ലാം ബൊഗെയിൻവില്ല ഉണ്ടല്ലോ. അപ്പോൾ കുറേ ബൊഗെയിൻവില്ല ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഷിഫ്റ്റ് ചെയ്തു. കാരണം ആ വീട്ടിൽ അവിടെ താമസിക്കുന്നവരില്ലായിരുന്നല്ലോ, അവർ വിദേശത്താണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് അത് ബൊഗെയിൻവില്ലയൊക്കെ. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ വൃത്തിയാക്കൽ ഭാഗത്തിലേക്ക് വരാവേ. അപ്പം ഞാൻ ഇന്നലെ കുറേ ഭാഗം വൃത്തിയാക്കി. എന്നിട്ട് ഈ ആന്തൂറിയം എന്ന് പറയുന്നത് നാടൻ ആന്തൂറിയാണ് കേട്ടോ. ഇത് എന്ന് വെച്ചാൽ ഒത്തിരി കാലം പഴക്കമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേര്. അപ്പം ഞാനിത് നടുക്കൊരു തേക്കിൻ്റെ കുറ്റി ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആന്തൂറിയം വെച്ചു. ഇങ്ങനെ ചോട്ടിലിങ്ങനെ ഈ പഴയകാല ആന്തൂറിയങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ എന്നുവെച്ചാൽ അത് ഗ്രീൻ ഹൗസ് ഞാൻ പറഞ്ഞില്ല, ഇത് എൻ്റെ ചെടികളെല്ലാം കൊണ്ട് ഡബ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് വല്ലപ്പോഴും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തൊന്ന് സൂക്ഷിക്കാനുള്ള സ്ഥലമായിട്ടാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. ഓർക്കിഡും ഒക്കെ ഞാൻ ഇഷ്ടംപോലെ തൂക്കിയിടും, പക്ഷേ ഒന്നും വിജയിച്ചില്ല കേട്ടോ. ഇപ്പം പിന്നെ ഞാനിങ്ങനെ പിന്നെ എന്തോ പെൻഷൻ ഇതിൽ കഴിഞ്ഞ് ഇങ്ങനെ പെൻഷനായിട്ടിരിക്കുന്നത് കൊണ്ട് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ആദ്യം തന്നെ ഇതിൻ്റെ അകം വൃത്തിയാക്കണമെങ്കിൽ ഇനി ഈ ആന്തൂറി എല്ലാം പറിച്ച് ഒന്ന് റീപ്പോർട്ട് ചെയ്യണം. ടർട്ടിൽ വെയിനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഒത്തിരി നാളായതാണ് കേട്ടോ. അതിൻ്റെ അകത്ത് സോണിയ ഓർക്കിഡും ഉണ്ട്, പിന്നെ ചൈനീസ് ബോൾസും ഉണ്ട്, അങ്ങനെ പല സാധനമുണ്ട്. ഇതിൻ്റെ അകത്തും കണ്ടോ, ടർട്ടിൽ വെയിന്, എപ്പീഷ്യ, ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിട്ട് ഇനിയിപ്പം എനിക്ക് ഈ ആന്തൂറിയത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ഉള്ള ഒരു ഭാഗം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആന്തൂറിയം കൂടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ സാധനങ്ങൾ ആന്തൂറിയമൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിരുന്നതൊക്കെ ഞാനിങ്ങ് പറിച്ചെടുത്തിനി 2-3 ചട്ടികളിങ്ങനെ പഴയ ചട്ടികളിരിപ്പുണ്ട്. അത് റീപ്പോർട്ട് ചെയ്യണം അതിൻ്റെ അകത്ത് വെച്ച്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഇതിന് കുറേ തൊണ്ട് മാത്രമേ വെക്കുന്നുള്ളൂ. തൊണ്ട് വെക്കും, നമുക്കിവിടെ ഉണ്ടല്ലോ തൊണ്ട്. നമ്മുടെ തേങ്ങ നമ്മൾ പൊതിച്ചെടുക്കുന്ന തൊണ്ട് ഉണക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വെക്കും. അപ്പോൾ അത് വെച്ച് ഇതും കൂടി അങ്ങോട്ട് വെച്ച് കുറച്ച് വെള്ളമൂടെയൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിയുമ്പം ഇത് തന്നെ അങ്ങ്, കാരണം നല്ല വേരാണ്, നിറഞ്ഞ വേരാണ്. അപ്പം 2-3 വേര് ഈ ചട്ടിയുടെ വെളിയിലോട്ടുകൂടി ഇട്ടാൽ മതി. അപ്പോൾ അത് മണ്ണിലോട്ടങ്ങ് പടർന്ന് അതവിടെ നിന്ന് നല്ല ബുഷായിട്ട് അത് അങ്ങ് നിന്നോളും നല്ലപോലെ. ഇപ്പം തന്നെ മൊട്ടുണ്ട്. ഇതൊരു ലൈറ്റ് റോസാണ്, ലൈറ്റ് റോസും ഒരു വെള്ളയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ സാധനങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് നമ്മുടെ ആദ്യത്തെ നാടൻ വെറൈറ്റികളൊക്കെ എപ്പോഴും നമുക്ക് ആദ്യം ഒത്തിരി ശ്രദ്ധയൊന്നും കൊടുക്കണ്ട, എത്ര വളം ഒഴിച്ചാലും എന്തെല്ലാം കാണിച്ചാലും അതൊന്നും പോകത്തില്ല. അപ്പോൾ ആ വേരൊന്നും ഞാൻ കട്ട് ചെയ്തതിലെല്ലാം കൂടെ അതിനകത്തോട്ട് ചെയ്ത് കുറച്ച് വെളിയിലോട്ടും ആക്കിയിട്ട് അങ്ങനെ റീപ്പോർട്ട് ചെയ്യുവാണേ. എന്നിട്ട് ഇനി മറ്റേ പിന്നെ എൻ്റെ ആന്തൂറി ഇരിക്കുന്നിടത്തേക്ക് ഇത് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവിടെ പിന്നെ ചൈനീസ് ബോൾസും വെച്ചു. ചൈനീസ് ബോൾസത്തിന് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലുണ്ടല്ലോ അപ്പോഴും വാടിപ്പോവും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആണെങ്കിൽ നല്ല തണലുണ്ട്. പിന്നെ ഗ്രീൻ ഹൗസ് ഉണ്ട്, അതിൻ്റെ പിന്നിൽ വൈറ്റ് പാംസും, പിന്നെ അപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ തോട്ടമാണല്ലോ, റബ്ബർ തോട്ടം. അപ്പോൾ അതിൻ്റെയൊക്കെ തണലുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഇലച്ചെടികളൊക്കെ വെക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതെല്ലാം അങ്ങനെ ഇവിടേക്ക് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ല. അപ്പോൾ ഇവിടെ ഞാൻ പീഷ്യ അങ്ങനെ പോലെയുള്ള പടർന്നു വരുന്ന ചെടികളും ഇങ്ങനത്തെയൊക്കെ എടുത്ത് വെച്ച്, ചൈനീസ് ബോൾസം, വിങ്ക അതൊക്കെ. പിന്നെ ഏപ്രിൽ ലില്ലി, ഈയുടെ 2-3 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ 5 ദിവസം കൊണ്ട് എന്തായാലും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. കാരണം ഇതിലപ്പോൾ ഇന്നലെ ഞാനൊരു 2 മണിക്കൂറോളം ഇതിൻ്റെ അകത്ത് നിന്നിത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇത്രയും ഭാഗം വരെ ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾക്ക് ഇത്ര ലോങ് വീഡിയോ ആയി പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഭാഗങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാനിപ്പോഴൊക്കെയാണ് ശരിക്കും അത് ഓരോ വീഡിയോസൊക്കെ കണ്ടു നോക്കിയാണ് കേട്ടോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ റബ്ബറിൻ്റെ ഇലയെന്ന് പറയുന്നത് ഭയങ്കര അവിടെ പിന്നെ ആ സൈഡ് ഇങ്ങനെ കുറേ സ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അതിൻ്റെ അകത്ത് ഈ റബ്ബർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവരുടെ അപ്പുറത്തെ സ്ഥലത്തെ റബ്ബർ നിൽക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും വളരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഗാർഡനാക്കി എടുക്കുക, എന്തെങ്കിലുമൊക്കെ ഇലച്ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾക്ക് ഒരു ഇപ്പോൾ ആന്തൂര്യത്തിനൊരു സൈഡ് ഞാനാക്കി, പിന്നെ ഇതിലെ ഇലച്ചെടികളും ഇങ്ങനെയുള്ള വെയിലധികം ഏൽക്കാൻ പറ്റാത്തത് ഗ്രീൻ ഹൗസിലേക്ക് മാറ്റി കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ഓർക്കിഡും ഒക്കെ. അങ്ങനെ നമുക്കിങ്ങനെ നമ്മുടെ ഗാർഡൻ പൂർണ്ണമായിട്ടെടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.